കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നരച്ച മുടി കറുപ്പിക്കാനും അകാല നര തടയാനും സാധിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അകാല നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാറാണ് പതിവ്. ഇതങ്ങനെയൊന്നും ചെയ്യേണ്ട, നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു ഹെയർ ഡൈ ആണിത്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണങ്ങിയ ചകിരി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉണങ്ങിയ ചകിരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ പലപ്പോഴും ഇതുപോലെ ചകിരിയൊക്കെ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവല്ലേ. ഇനി നമുക്കിതുപോലെ വലിച്ചെറിഞ്ഞൊന്നും കളയാതെ ഇതുപോലെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചകിരിക്ക് ഒരുപാട് വേറെയും ഗുണങ്ങളുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചകിരി ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണങ്ങിയ ചകിരി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇപ്പോൾ ഞാനിതുപോലെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചകിരി നമുക്കൊന്ന് കരിച്ചെടുക്കാനായിട്ട് ഞാൻ നമ്മുടെ എപ്പോഴും ഹെയർ ഡൈ തയ്യാറാക്കുന്ന ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിങ്ങനെ അടുപ്പിൽ വെച്ച് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കർപ്പൂരം ഇട്ടിട്ട് ഇത് നന്നായിട്ട് കത്തിച്ച് കരിച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് കത്തിക്കുകയല്ല. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ചൂടാകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ചകിരിയും ചൂടായി നല്ലപോലെ പുകഞ്ഞ് കത്തിയതുപോലെ ആവും. നമ്മളിതിനകത്ത് തീയിട്ട് കത്തിക്കുന്നില്ല. നമ്മൾ ഈ ചീനിച്ചട്ടി ചൂടാകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചകിരിയും കണ്ടോ പുകഞ്ഞ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കിയൊന്ന് കൊടുത്താൽ മതിയാവും. ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് എല്ലാ ഭാഗത്തും നന്നായിട്ട് പുകഞ്ഞ് തീയൊക്കെ കയറി നല്ല രീതിയിൽ നമുക്ക് കരിഞ്ഞ് കിട്ടും. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഈ ചകിരിയൊക്കെ നല്ല കനലായി കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. ഞാൻ ഇതുപോലെ തന്നെ ഒരു ചിരട്ടയുടെ ഹെയർ ഡൈയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ. പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആയിരുന്നു അതും. ഇപ്പോൾ നമ്മുടെ ചകിരിയൊക്കെ നല്ലപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് നമ്മുടെ ചകിരിയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചകിരി ഒന്ന് ചെറിയ രീതിയിലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ചകിരിയുടെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറക്കി കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. ചകിരിനാരിൽ ധാരാളം വൈറ്റമിൻ ബിയും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിക്ക് നല്ല സ്മൂത്ത്നെസ് കൊടുക്കാനും മുടിയുടെ ഫ്രഷ്നെസ് മാറ്റാനും നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന ഇറിറ്റേഷൻസ് അതുപോലെ താരൻ ചൊറിച്ചിൽ എന്നിവ മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചകിരി ഉപയോഗിച്ച് തന്നെ ഈ നമ്മുടെ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കോഫി പൗഡർ നമ്മുടെ തലയോട്ടിയുടെ രക്തചംക്രമണമൊക്കെ വർദ്ധിപ്പിക്കാനും മുടി വളർച്ച കൂടുതൽ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഡാർക്ക്നെസ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കോഫി പൗഡർ. അതുകൊണ്ടാണ് ഇതിനോട് നമ്മൾ കോഫി പൗഡർ കൂടി ആഡ് ചെയ്തത്. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു അര ഗ്ലാസ് 3/4 ഗ്ലാസ് ഒക്കെ ആകുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. ചകിരി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അകാല നരയുടെ തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് നിങ്ങളുടെ അകാല നര കുറയ്ക്കുകയും അതിനെ ഒരുപാട് കാലത്തേക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം തിളച്ച് ചെറിയ രീതിയിൽ നിന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മാറ്റി വെക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചില ആളുകൾക്ക് ഇതുപോലെ ഹെയർ ഡൈയും ഹെയർ പാക്കും ഒന്നും ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിലും വളരെ ഗുണകരമാണ്. ഇതൊരു സ്പ്രേ ബോട്ടിലിൽ തണുത്തതിന് ശേഷം ഒഴിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് ചെറിയ രീതിയിലൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കുറച്ച് കാലത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഒരാഴ്ചയോളമൊക്കെ കേടാകാതെ ഇരിക്കും. ഇപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ കരിച്ച് വെച്ചിരുന്ന ആ ചകിരിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് കുറച്ച് തയ്യാറാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് പൊടിക്കേണ്ടതായിട്ടില്ല. ഇനി നിങ്ങൾ കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം എടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പം ഞാനിത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്.
ചകിരിയൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ചകിരിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നാട്ടിൻപുറങ്ങളിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടാത്ത അവസരങ്ങളിലാണെങ്കിൽ ഇതുപോലെ കൂടുതലായിട്ട് കിട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹെയർ ഡേ ഒക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് വലിയ വലിയ തരികളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടൊക്കെ തോന്നും. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് അരിച്ച് നല്ല നൈസായിട്ട് തന്നെ കിട്ടണം. ഇതിപ്പോൾ ഇത് അരിച്ചെടുത്തപ്പോൾ നല്ല നൈസ് പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് നൈസായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് പൊടിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നൈസായി കിട്ടും. ഇനി നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ചകിരിയുടെ പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് താളിപ്പൊടിയാണ്. താളിപ്പൊടി നിങ്ങൾക്ക് കിട്ടിയിട്ടെങ്കിൽ ചെമ്പരത്തിയുടെ ഇല നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് നെല്ലിക്കാപ്പൊടിയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കാപ്പൊടിയൊക്കെ ഇപ്പം എല്ലാ ഓൺലൈൻ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പച്ചനെല്ലിക്ക 2-3 എടുത്തിട്ട് അരച്ച് ജ്യൂസ് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നെല്ലിക്കപ്പൊടിയൊക്കെ നമ്മുടെ മുടി കറുപ്പിക്കാൻ എത്രത്തോളം നല്ലതാണെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പണ്ട് കാലം മുതലേ ഉപയോഗിച്ചിരുന്ന എണ്ണക്കൂട്ടുകളിലും അതുപോലെയുള്ള ഓരോ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഒക്കെ നെല്ലിക്കായും അതുപോലെയുള്ള കറിവേപ്പില അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിച്ചിരുന്നു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചകിരിയും കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ചൂടാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ലപോലെ ആറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ആദ്യം തന്നെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് ഒരുപാട് ലൂസായി പോയാൽ മുടിയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഇരിക്കാതെ മൊത്തം നമ്മുടെ മുഖത്തേക്കൊക്കെ ഒലിച്ചിറങ്ങും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ ഹെയർ ഡേയുടെ വീഡിയോസ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് സൗകര്യപ്രദമായതൊക്കെ നോക്കി ഇത് കണ്ടതിന് ശേഷം ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, കൂടുതൽ എളുപ്പവും അതുപോലെ കുറച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഏതൊരു ഹെയർ ഡേയും ഉപയോഗിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യുക. അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നമ്മളിങ്ങനെ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്നതിന് കൂടുതൽ അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഉലുവയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും എല്ലാം വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഈ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ രാത്രിയിൽ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ എപ്പോഴും രാത്രിയിൽ ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം രാവിലെ ഓപ്പൺ ചെയ്യാറ് പതിവ്. ഇപ്പോൾ രാവിലെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ലപോലെ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. ഈ കറുപ്പ് കളറെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കയ്യിൽ തേക്കുമ്പോൾ മാത്രമല്ല കേട്ടോ കറുപ്പ് കിട്ടുക, നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കറുപ്പ് കിട്ടും. പിന്നെ അത് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ നിറമൊക്കെ പോകും. ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാധാരണ ഷാമ്പൂ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാവുള്ളൂ. ഇനി താളി ഉപയോഗിച്ചാലും മതിയാവും. നമ്മൾ നേരത്തെ എടുത്ത താളിപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. ഇനി അഥവാ അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളി ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ ഡേ ആണ്. ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ 2-3 ദിവസം തന്നെ തുടർച്ചയായിട്ടൊന്ന് ഉപയോഗിക്കുക. വലിയ ചിലവൊന്നും വരുന്നില്ലല്ലോ. നമുക്ക് നെല്ലിക്കാപ്പൊടിയുടെ ആ ഒരു ചിലവും താളിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നെല്ലിക്കാപ്പൊടിയുടെ ആ ഒരു ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നെല്ലിക്ക പച്ചനെല്ലിക്കയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, യൂസ്ഫുൾ ആകുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.